ഹലോ എവ്രി വൺ. ഇന്നത്തെ സെറ്റ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ സെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലൈവ് സെഷൻസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഓഫ് N2 is 2 centimeter inverse. The wave number of incident radiation in the Raman spectrometer is 20487 centimeter inverse. What is the wave number of first scattered stalk line in centimeter? അപ്പോൾ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. എന്തൊക്കെ ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളൊന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ സോർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് റൊട്ടേഷണൽ കോൺസ്റ്റന്റ്, നൈട്രജന്റെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അത് 2 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇൻസിഡന്റ് റേഡിയേഷന്റെ വേവ് നമ്പർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻസിഡന്റ് റേഡിയേഷന്റെ വേവ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. വേവ് നമ്പർ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഓർക്കുക, ആൻഡ് ഫൈനൽ ആൻസറും സെന്റിമീറ്റർ ഇൻവേഴ്സിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ വേവ് നമ്പർ തന്നിട്ടുണ്ട്, അത് 20487 സെന്റിമീറ്റർ ആണ്. ഇനി ഇതൊരു രാമൻ സ്പെക്ട്രോമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നമുക്ക് ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്ക് ലൈൻ എവിടെയായിരിക്കും, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ വേവ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്ക് ലൈൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദ വേവ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്ക് ലൈൻ. നമുക്ക് ഒന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഡേറ്റാസും നമുക്ക് ഒരിക്കലൊന്ന് എഴുതി നോക്കാം. അപ്പൊ നമ്മുടെ രാമൻ സ്പെക്ട്രോമീറ്റർ ആണെന്ന്, അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡേറ്റാസ് എല്ലാം ഒന്ന് എഴുതി നോക്കാം. എല്ലാ ഡേറ്റാസും നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഫസ്റ്റ് സ്റ്റോക്ക് ആൻഡ് ആന്റി സ്റ്റോക്ക് ലൈനിന്റെ പ്ലേസ്മെന്റ് അറിഞ്ഞിരിക്കാം. ദ ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ എവിടെയാണ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ അത് റെയ്ലീഗ് ലൈൻ പ്ലസ് 6b and the first anti-stoke line will be Rayleigh line minus 6b. സപ്പോസ് ഇതാണ് നമ്മുടെ റെയ്ലീഗ് ലൈൻ എങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ. ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ കണ്ടെത്താനായിട്ട് നമ്മൾ എവിടെയാണോ നമ്മളുടെ റെയ്ലീഗ് ലൈൻ അതിനോട് നമ്മൾ 6b ആഡ് ചെയ്താൽ മതി. അടുത്തത് ഇതാണ് നമ്മുടെ ആന്റി സ്റ്റോക്ക് ലൈൻ. അപ്പൊ ഇത് സ്റ്റോക്ക് ലൈൻ ആണ്, ഇത് സ്റ്റോക്ക് ലൈൻ ആണ്, ഇത് ആന്റി സ്റ്റോക്ക് ലൈൻ ആണ്, ഇത് 6b ആണ്. അപ്പൊ സ്റ്റോക്ക് ലൈൻ കണ്ടെത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെയ്ലീഗ് ലൈനോട് 6b ആഡ് ചെയ്യുക. ആന്റി സ്റ്റോക്ക് ലൈൻ കണ്ടെത്താൻ റെയ്ലീഗ് ലൈനോട് നമ്മൾ 6b എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ദ വേവ് നമ്പർ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ തന്നിട്ടുണ്ട്. അത് 20487 ആണ്. അത് നമ്മുടെ റെയ്ലീഗ് ലൈൻ വരുന്നത് എവിടെയാണ്? 20487 ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എവിടെയാണ് ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്ക് ലൈൻ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെർ ഇസ് ദ ഫസ്റ്റ് സ്കാറ്റേർഡ്? ഒരു സെക്കൻഡ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഇസ് ആന്റി സ്റ്റോക്ക്,
This is stock. So stock is minus 6B and anti-stock is plus 6B. ഇത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ലൈൻ ലെഫ്റ്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ 6B സബ്ട്രാക്റ്റാ ചെയ്യേണ്ടത്. ആന്റി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 6B ആഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്ക് ലൈൻ ആണ്. സ്റ്റോക്ക് ലൈൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 6B സബ്ട്രാക്ട് ചെയ്യണം. നൗ ബി എന്താണ്? വാട്ട് ഇസ് ബി? ബി നമ്മൾ എങ്ങനെ കണ്ടുപിടുത്തും? ഇവിടെ തന്നിട്ടുണ്ട്. The rotational constant of N2 is 2 centimeter inverse. The rotational constant B is 2 centimeter inverse. So 20487 minus 6 into 2, 12. ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 2049 centimeter inverse. 20499 centimeter inverse. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. അതായത് ഓപ്ഷൻ ബി ഇസ് യുവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് യുവർ റൈറ്റ് ആൻസർ. അടുത്തതായിട്ട് ഇത് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഡേറ്റാസ് ഞാൻ തരാം. രാമൻ സ്പെക്ട്രോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഡേറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യനില് അവർ നമുക്ക് തന്നിട്ടുണ്ട് എ 20491 centimeter inverse. A 20491 centimeter inverse laser line was used to excite oxygen molecule to obtain rotational Raman spectra. The resulting rotational Raman spectra of oxygen molecule has the first stock line at 20479 centimeter inverse. This is the first stock line. The rotational constant usually denoted as B for the oxygen molecule is. ഇവിടെ rotational constant ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ലൈക് ക്വസ്റ്റ്യൻ നേരത്തെ പ്രീവിയസ് കോൺസെപ്റ്റ് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് നമുക്ക് ഉപയോഗിച്ച ലേസർ എന്ന് പറയുന്നത് 20491 ആണ് നമ്മുടെ ലേസർ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് ലൈൻ എന്ന് പറയുന്നത് 20479 സെന്റിമീറ്റർ. അതായത് നമ്മളിപ്പോ പ്രീവിയസ്ലി കണ്ടായിരുന്നു നമ്മളുടെ റെയ്ലീഗ് ലൈൻ മൈനസ് 6B ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ലൈൻ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പോ 20491 മൈനസ് 6B ഇസ് ഈക്വൽ ടു സ്റ്റോക്ക് ലൈൻ എവിടെയാ കിടക്കുന്നത്? 20479. Therefore 6B എന്ന് പറയുന്നത് എന്താണ്? What is 6B? 20491 minus 20479. So നിങ്ങൾക്ക് ആൻസർ 12 കിട്ടും. So what is B? B is equal to 6B is equal to 12. Therefore B is equal to 12 by 6 അല്ലേ? That is 2. ഇത്തരത്തിൽ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് റെയ്ലീഗ് line, it's in the center. Rayleigh line right side you have anti-stock line and left side you have stock line. So Rayleigh line minus 6B ningal cheydal you will get the stock line, and if you're doing the Rayleigh line plus 6B
യു ആർ ഗെറ്റിംഗ് ദ ആന്റി സ്റ്റോക്ക് ലൈൻ. സോ ഇത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് IR സ്പെക്ട്രോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. The IR spectrum of a diatomic molecule exhibits transition at 14.4 and 4262, 6354 centimeter inverse, corresponding to excited atoms from the ground state to first, second, and third vibration state respectively. The fundamental transition in centimeter inverse of the diatomic molecule is at. Part question oru followed by oru second part undu. The unharmonicity constant of the diatomic molecule is. Question ഒന്നുകൂടി വായിച്ചു നോക്കുക. ഇവിടെ നമുക്ക് IR സ്പെക്ട്രത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തൊക്കെ ഡേറ്റാസ് ആണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൻ എന്ന് നോക്കാം. The IR spectrum of a dynamic molecule exhibit transitions. നമുക്ക് 3 transitions തന്നിട്ടുണ്ട്. എവിടേക്കാണ് ആ 3 transitions ഉള്ളത്? 3 transitions 14.4 അവർ പറയുന്നത് പ്രകാരം അത് ഫസ്റ്റ് corresponding to excited atom from the ground state to the first excited state. See, ഇതാണ് നമ്മുടെ ground state എങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ. V is equal to 0. This is the ground state. V is equal to 1ലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് 14.4 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് അടുത്തൊരു ട്രാൻസിഷൻ അവർ തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സെക്കൻഡ് V is equal to 2ലേക്കുള്ള ട്രാൻസിഷൻ 4262 ആണ്. അതോടൊപ്പം തന്നെ V is equal to 3ലേക്കുള്ള ഒരു ട്രാൻസിഷൻ കൂടി തന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു ട്രാൻസിഷന്റെ വാല്യൂ ഇസ് ഓൾസോ ഗിവൻ. അത് എത്രയാ തന്നിരിക്കുന്നത്? ദാറ്റ് ഇസ് 6354 സെന്റിമീറ്റർ ഇൻവേഴ്സ്. സോ ഇതാണ് നമുക്ക് ആകെ കൈവശമുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഒരു ഡയറ്റോമിക് മോളിക്യൂള് അതിന്റെ IR സ്പെക്ട്രത്തില് നിങ്ങൾക്ക് 3 ലൈൻസ് ഉണ്ട്. ആ 3 ലൈൻസിന്റെയും വേവ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് സെന്റിമീറ്റർ ഇൻവേഴ്സില്. ഫസ്റ്റ് V is equal to 0 to V is equal to 1. Okay, then V is equal to 0 to V is equal to 2. V is equal to 0 to V is equal to 3. അങ്ങനെ നമുക്ക് 3 ട്രാൻസിഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം IR സ്പെക്ട്രത്തില് നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്കുള്ള ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ വൈബ്രേഷൻ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന 14.4. അത് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ട്രാൻസിഷൻ ആണത്. രണ്ടാമതായിട്ട് V is equal to 0 to V is equal to 1 എന്ന് പറയുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഫസ്റ്റ് ഓവർടോൺ ആണ്. നമ്മൾ അതിനെ ഫസ്റ്റ് ഓവർടോൺ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ V is equal to 0 to V is equal to 2ലേക്കുള്ള ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ഓവർടോൺ ആണ്. അപ്പൊ അത്തരത്തിലാണ് നമ്മളുടെ IR സ്പെക്ട്രത്തിലെ ലൈൻസിനെ നമ്മൾ വിളിക്കുന്നത് ഫണ്ടമെന്റൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലൈൻ, പിന്നെ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഓവർടോൺ, അങ്ങനെയാണ് നമുക്ക് IR സ്പെക്ട്രത്തില് ലൈൻസ് പോകുന്നത്. അപ്പൊ ആ ഒരു ബേസിസിൽ തന്നെ നമ്മൾ ഈ പ്രോബ്ലത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ നമുക്ക് തോന്നും ലോങ് ആണെന്ന് തോന്നും, പക്ഷെ എങ്കിൽ പോലും ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ വരുന്നത്. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ട ബേസിക് ഐഡിയ എന്ന് പറയുന്നത് IR സ്പെക്ട്രത്തിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഫണ്ടമെന്റൽ ഉണ്ട്, ഫസ്റ്റ് ഓവർടോൺ ഉണ്ട്, സെക്കൻഡ് ഓവർടോൺ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ലൈൻ ഉണ്ട്, അത് ഹോട്ട് ബാൻഡ്സ് ആണ്. അപ്പൊ ഈ ഇത്രയും ലൈൻസ് കണ്ടെത്താനായിട്ട് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഇത് പ്യോർലി നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്ട്ലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്
ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളുടേത്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ടുള്ള ഡേറ്റയാണ് ഞാൻ ആദ്യം തരുന്നത്. ലിസൺ. നോക്കുക. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബുക്കുകളിലേക്ക് എഴുതി വെക്കുക. വി ഈസ് ഈക്വൽ ടു 0 to 1 ട്രാൻസിഷൻ. ഇത് ഫണ്ടമെന്റൽ ട്രാൻസിഷൻ ആണ്. ഇത് ഫണ്ടമെന്റൽ ആണ്. ഫണ്ടമെന്റൽ. അതിന്റെ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ ഇ ബാർ minus 1 minus 2 xe, unharmonicity constant. V is equal to 0 to 2. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓവർടോൺ. അതിന്റെ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2 ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 3 xe. അടുത്ത v is equal to 0 to 3. Sorry, it is the second overtone. Second overtone inde delta e എന്ന് പറയുന്നത് 3 omega e bar, 3 omega e bar into 1 minus 4xe. So equations പഠിക്കാൻ എളുപ്പമാണ്. omega e bar 1 minus 2xe, 2 omega e bar 1 minus 3xe, 3 omega e bar 1 minus 4xe. എത്ര എളുപ്പമാണ് ഇക്വേഷൻ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒന്നാണ് ഹോട്ട് ബാൻഡ്സ്. അപ്പൊ ഹോട്ട് ബാൻഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു 0 ആണ് ബേസിക്കലി ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. വി ഈസ് ഈക്വൽ ടു 1ന്റെ പോപ്പുലേഷൻ പൊതുവെ കുറവാണ്. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ അപ്രീഷ്യബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഫസ്റ്റ് ലെവലിലേക്ക് വരും. അപ്പൊ അവിടെ നിന്നുള്ള ട്രാൻസിഷൻസ് ആണ്. വി ഈസ് ഈക്വൽ ടു 1ൽ നിന്ന് വി ഈസ് ഈക്വൽ ടു 2ലേക്കുള്ള ട്രാൻസിഷൻ ആണ് നമ്മൾ ഹോട്ട് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 4xe. ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 4xe. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഫണ്ടമെന്റല് ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 2xe. ഫസ്റ്റ് ഓവർടോൺ ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 3xe. സെക്കൻഡ് ഓവർടോൺ 3 ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 4xe. ഹോട്ട് ബാൻഡ്സ് അറിഞ്ഞിരിക്കുക. ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 4xe. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം നോക്കാം. ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 2xe തന്നിട്ടുണ്ട്. എത്രയാണ്? 2144 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓവർടോൺ തന്നിട്ടുണ്ട് 2 ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 3xe. that is given, that is 4262 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഞാൻ ഈ രണ്ട് ഡേറ്റാസ് ആണ് അവർ തന്നതിനകത്ത് നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 2xe which is equal to 2144 into 2. അതായത് I got 2 omega e bar minus 4xe omega e bar is equal to 4262. ഇതിനെ ഞാൻ തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തു.
അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 മൈനസ് 2 ആണ്. അപ്പൊ 3 എന്ന് പറയുന്നത് എന്താണ്? 2 ഒമേഗ ഇ ബാർ മൈനസ് 4 എക്സി ഒമേഗ ഇ ബാർ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ അല്ലേ, സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുവാണ്. അതായത് 2 ഒമേഗ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 3 എക്സി എക്സ്പാൻഡ് ചെയ്യുക. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. നമുക്ക് അത് ഓപ്പൺ ചെയ്ത് എഴുതി നോക്കാം കേട്ടോ. സെക്കൻഡ് ഇക്വേഷൻ ഓപ്പൺ ചെയ്തിട്ട് കുറെ കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തതിനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യൂ. ടു ഒമേഗ ഇ ബാർ മൈനസ് 4 എക്സി ഒമേഗ ഇ ബാർ, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 4262. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. മൈനസ് ഇട്ടിട്ട് ഏത് ഇക്വേഷൻ ആണ്? 2 ഒമേഗ ഇ ബാർ. നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എഴുതി നോക്ക്. മൈനസ് 2 ഒമേഗ ഇ ബാർ പ്ലസ് 6 എക്സ് ഇ ഒമേഗ ഇ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 4126. മൈനസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുക. കട്ടായി പോയി. 6 4, അപ്പൊ എത്ര വരും? 2 എക്സി ഒമേഗ ഇ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 12 വരും അല്ലെ. ഇതിനെ അങ്ങനെ എടുക്കാം, അങ്ങനെ നമുക്ക് എടുക്കാം. അതിനിപ്പോ നമ്മൾ ചെറുതാക്കി എക്സി ഒമേഗ ഇ ബാർ ഒന്നും കണ്ടുപിടിക്കേണ്ട. നമുക്ക് ഇതിനിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും സോൾവ് ചെയ്യുമ്പോൾ എളുപ്പം. ഇനി നമ്മൾ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus 2 xc which is equal to 2144. So omega e bar minus 2 xc omega e bar which is equal to 2144. xc omega e bar എന്ന് പറഞ്ഞാൽ 12 ആണല്ലേ. അപ്പോൾ ഒമേഗ ഇ ബാർ മൈനസ് 2 into 12 which is equal to 2144 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി ഇവിടെ നോക്കുക. Therefore, what is omega e bar? Omega e bar is equal to 2144 plus ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇത് 12 അല്ലല്ലോ. ഈ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 62 മൈനസ് 26. This is 26 അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് 26 ആണ്. 2 into 26. So the final answer will be equal to 2170 സെന്റിമീറ്റർ ഇൻവേഴ്സ്. എല്ലാവർക്കും ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ഒരു ആൻസർ ആണോ എല്ലാവർക്കും കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓവർ ടോൺ, സെക്കൻഡ് ഓവർ ടോൺ, ഹോട്ട് ബാൻഡ്സ്, ഫണ്ടമെന്റൽ വൈബ്രേഷൻ, ഇത്രയും ഇക്വേഷൻസ് അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. The rotational spectrum of a rigid diatomic rotator consists of equally spaced lines with spacing equal to, നമുക്കറിയാം റൊട്ടേഷണൽ സ്പെക്ട്രത്തില്
ലൈൻസിന്റെ ഇടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 2b ആണ്. 2b സ്പേസിംഗ് ആണ് ഓരോ ലൈൻസിന്റെ ഇടയിൽ വരുന്നത്. ഇറ്റ്സ് 2b സ്പേസിംഗ്. നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രം നിങ്ങൾ പഠിക്കുമ്പോൾ, റൊട്ടേഷൻ സ്പെക്ട്രം പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമ്മൾ ലൈൻസിന്റെ പൊസിഷൻസ് നോക്കുക. ലൈൻസിന്റെ പൊസിഷൻസ്, ഒരു ലൈൻ, ഫസ്റ്റ് ലൈൻ 2b, സെക്കൻഡ് ലൈൻ വന്നിട്ട് 4b, തേർഡ് ലൈൻ വന്നിട്ട് 6b, then 10b, ലൈക്ക് 12b, ഇങ്ങനെയാ പോകുന്നത്. സോ ഓരോ സക്സസീവ് ലൈൻസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 2b ഗ്യാപ്പ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. പ്രീവിയസ് ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ എത്രയാണ്? 2170. 2170. Oh, I'm sorry. 2170. This is the answer. അവിടെ ഒരു സബ് പാർട്ട് കൂടി ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ അല്ലേ? Can you try to do this now? ഒരു സെക്കൻഡ് പാർട്ട് ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത ആ IR സ്പെക്ട്രത്തിന്റെ ഓവർ ടോണും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒക്കെ തന്ന് നമ്മളിപ്പോൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ ട്രാൻസിഷനാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് 2170 നമുക്ക് കിട്ടി. നമ്മുടെ അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് കൂടി കാണാനൊരു ചോദ്യമുണ്ട്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ്. How to find the unharmonicity constant? We will do how to find the unharmonicity constant. So I will try to solve the problem here itself. ഇപ്പൊ നമുക്ക് കിട്ടിയ ഫണ്ടമെന്റൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് 2170 ആണ്. അതായത് 2xc omega e bar is equal to 26. Xc is equal to what? 2xc omega e bar is equal to 26 divided by 2 omega e bar. അല്ലേ? That is 26 divided by 2 into 2170. ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. നമുക്ക് കിട്ടിയ ഫണ്ടമെന്റൽ വൈബ്രേഷൻ ഒമേഗ ഇ ബാർ എന്ന് പറയുന്നത് 2170 ആണ്. അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് എക്സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 2xc ഒമേഗ ഇ ബാർ എന്ന് പറയുന്നത് 26 ആണ്. അപ്പൊ അതിൽ നിന്ന് എക്സി എന്ന് പറയുന്നത് 26 ഡിവൈഡ് ബൈ 2 ഒമേഗ ഇ ബാർ ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ്? 26 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2170. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി അപ്രോക്സിമേറ്റ്ലി ആൻസർ? ഏകദേശം വരുന്നത് ഡെസിമലിലാണ് ഇപ്പോൾ ആൻസർ 0.00599. 0.00599 അപ്രോക്സിമേറ്റ്ലി. ഇവിടെ അങ്ങനെ ഒരു ആൻസർ ഇല്ല, നമുക്ക് മറിച്ച് അപ്രോക്സിമേറ്റ് ആൻസർ ഉണ്ട്. എത്രയാണ്? 0.006. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പൊ നമ്മൾ വിട്ടുപോയായിരുന്നു ഈ ക്വസ്റ്റിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നത്. അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ് അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് 0.006. ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ഇവിടെ ചെയ്തു റൊട്ടേഷൻ ലൈൻസിന്റെ സ്പേസിംഗ്, സക്സസീവ് ലൈൻസിന്റെ സ്പേസിംഗ് നമ്മൾ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റാഡിക്കൽ കണ്ടെയ്ൻസ്
N14 with hyperfine constant 1.61 Tesla and two equivalent proton I is equal to 1 by 2 with hyperfine constant 0.35 Tesla. The ESR spectrum will exhibit. നമുക്ക് നൈട്രജന്റെ ഒരു റാഡിക്കൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. There is a radical of nitrogen. Radical of nitrogen, ESR active. അതിന്റെ ഐ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഐ വാല്യൂ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് ഇറ്റ്സ് 1. ഡ്യൂട്ടീരിയത്തെ പോലെ നൈട്രജന്റെയും ഐ വാല്യൂ 1 ആണ്. നമുക്കറിയാം പ്രോട്ടോണിന്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ്. അത് ഇവർ തന്നിട്ടുണ്ട് അല്ലെ, ഐ വാല്യൂ ഹാഫ് ആണ് പ്രോട്ടോണിന്റെ. ആൻഡ് ദിസ് നൈട്രജൻ റാഡിക്കലിന് ഒരു ഹൈപ്പർ ഫൈൻ കോൺസ്റ്റന്റ്, ഈ കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ബട്ട് ടു ഇക്വാലന്റ് പ്രോട്ടോൺസ് അത് നമുക്ക് വേണം. ടു ഇക്വാലന്റ് പ്രോട്ടോൺസ് ഉണ്ട്. ഒരേ കെമിക്കൽ എൻവയോൺമെന്റിലുള്ള 2 പ്രോട്ടോൺ ഈ ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള നൈട്രജനൊപ്പം ഉണ്ട്. അപ്പൊ നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്നത് NH2 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. റാഡിക്കൽ N14 എന്ന് പറയുന്ന ഒരു റാഡിക്കൽ ഉണ്ട്. അതിന്റെ കൂടെ 2 ഇക്വാലന്റ് പ്രോട്ടോൺ ഉണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് സ്പീഷീസിന്റെ ആണ് ESR സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ആ ഒരു ഒബ്സർവേഷനിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. അപ്പൊ നമുക്ക് NH2 ആണ് ആ റാഡിക്കൽ എന്ന് മനസ്സിലായി. ഇനി എത്ര ലൈൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ESR സ്പെക്ട്രത്തില് നമ്പർ ഓഫ് ലൈൻസ് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2ni+1. ദിസ് ഇസ് ദ ഇക്വേഷൻ ദാറ്റ് വി യൂസ് അല്ലെ. 2ni+1 ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ 2ni+1 ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടെന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്കിവിടെ 2 ന്യൂക്ലിയ ആണുള്ളത്. ഈ ESR ആക്റ്റീവ് ആയിട്ടുള്ള 2 ന്യൂക്ലിയ ആണ് നമുക്കിവിടെ ഉള്ളത്. ഏതാണ്? ഒന്ന് നൈട്രജൻ ന്യൂക്ലിയയും മറ്റൊന്ന് പ്രോട്ടോൺ, നമ്മുടെ ഹൈഡ്രജൻ ന്യൂക്ലിയയും ആണുള്ളത്. ഓക്കെ, സോ പ്രോട്ടോണും ഉണ്ട്, നമുക്ക് നൈട്രജനും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ ന്യൂക്ലിയയും ഉണ്ട്. സോറി. അപ്പൊ ഐ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, പ്രോട്ടോണിന്റെ ഐ വാല്യൂ തന്നിട്ടുണ്ട്, നൈട്രജന്റെ ഐ വാല്യൂ നമുക്കറിയാം. അപ്പൊ 2ni+1 ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. 2 into n1 into i1 plus 1 into പ്രോട്ടോണിന്റെ വേണ്ടേ 2 into n2 into i2 plus 1. നോക്കാം. 2 into 1 into i1 എത്രയാണ്? i1 1 plus 1 into 2 into n2 എത്ര പേരുണ്ട്? 2 പ്രോട്ടോൺ. 2 into half plus 1. So 2 plus 1 3 into 3 9 lines. So 9 lines. So triplet of triplet ആണ്. You're getting 9 lines in the EPR spectrum or in the ESR spectrum of NH2 radical. Hope you understood. മനസ്സിലായല്ലോ. അപ്പൊ 2ni+1 ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. The spectroscopic technique by which the ground state dissociation energy of a diatomic molecule can be determined. നമുക്ക് ഡിസോസിയേഷൻ എനർജി കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡിസോസിയേഷൻ എനർജി നമുക്ക് ഏത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ഉപയോഗിച്ച് കണ്ടെത്താമെന്നാണ് ചോദ്യത്തില് അല്ലെ. നമ്മള് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേഴ്സസ് നമ്മൾ ആവറേജ് റേഡിയസ് എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ IR സ്പെക്ട്രത്തിൽ കണ്ടിട്ടുണ്ട്. മോസ്റ്റ് പൊട്ടൻഷ്യൽ കർവ് അല്ലെ. അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അൺഹാർമോണിക് ഓക്സിലേറ്ററിന്റെ കേസിൽ നമുക്കറിയാം
ഹാർമോണിക് ഓക്സിലേറ്ററിന്റെ പോലെ ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് അല്ല, മറിച്ച് ഇത്തരത്തിലെ ബെൻഡുള്ള മോസ്റ്റ് പൊട്ടൻഷ്യൽ കർവ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതാണെങ്കിൽ എക്സാക്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഡിസോസിയേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. നമുക്ക് ഡിസോസിയേഷൻ എനർജി കണ്ടെത്താം. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു d0 പ്ലസ് h nu by 2. This is the equation. So dissociation energy കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് IR സ്പെക്ട്രോസ്കോപ്പി ആണ് കേട്ടോ. ഡിസോസിയേഷൻ എനർജി കണ്ടെത്താൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് IR സ്പെക്ട്രോസ്കോപ്പി ആണ്. അടുത്തത് ഫൈൻഡ് ദ മോളിക്യൂൾ ഹാവിംഗ് ദ ഹയസ്റ്റ് ബോണ്ട് ഓർഡർ ആണ്. ഏറ്റവും ഹയസ്റ്റ് ബോണ്ട് ഓർഡർ ഉള്ള മോളിക്യൂൾ ഏതാന്നുള്ളതാണ്. നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. ഇപ്പൊ ഓക്സിജൻ, ന്യൂട്രൽ ഓക്സിജൻ എടുത്താൽ O2ന്റെ 16 ഇലക്ട്രോൺസ് ആണ്. കോൺഫിഗറേഷൻ നമുക്കറിയാം, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. 16 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് സിഗ്മ 2pz ആദ്യം വരും, പൈ 2px, പൈ 2py, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, then സിഗ്മ സ്റ്റാർ 2pz അല്ലെ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. നമ്മളുടെ എന്താ പറയാ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് ദ നോർമലി 14 ഇലക്ട്രോണിൽ കൂടുതലാണെങ്കിൽ നമ്മളുടെ MO ഫില്ലിംഗ് നടക്കേണ്ടത് ഈ രീതിയിലാണ്, നമുക്കറിയാവുന്നതാണ്. ദിസ് ഇസ് ദ വേ ഓഫ് ഫില്ലിംഗ് ദ ഇലക്ട്രോൺസ് അല്ലെ. ഇനി നമുക്ക് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മൊത്തം 16 ഇലക്ട്രോൺ. 2, 4, 6, 8, 10, 11, 12, 13, 14, 15, 16. ഓക്കെ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Bond order is equal to half into number of electrons in bonding minus number of electrons in anti-bonding molecular orbital. അപ്പൊ നിങ്ങളൊന്ന് ബോണ്ട് ഓർഡർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ബോണ്ട് ഓർഡർ അല്ലെ. 2, 4, 6, 8, 10. 10 മൈനസ് 2, 4, 6. 4/2, 2. സോ ഓക്സിജന്റെ ബോണ്ട് ഓർഡർ വന്നിട്ട് 2 ആണ് അല്ലേ. അപ്പോൾ O2 മൈനസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി കിട്ടി, അതേപോലെ തന്നെ ആന്റി ബോണ്ടിങ്ങിലായിരിക്കും അല്ലെ. അപ്പൊ അത് 10 മൈനസ് 7 വരും ബൈ 2. അപ്പൊ അത് 3/2 വരും. ഇനി O2 2 മൈനസ് ആണെങ്കിൽ O2 2 മൈനസ് ആണെങ്കിൽ 10 മൈനസ് 8 വരും അല്ലേ. അപ്പോൾ 2/2 വരും, 1 വരും. ഇനി O2 പ്ലസ് ആണെങ്കിൽ O2 2 പ്ലസ് അല്ല തന്നിരിക്കുന്നത്. ഒരു 2 പ്ലസ് ആകുമ്പോൾ 2 ഇലക്ട്രോൺ ഇല്ല ആന്റി ബോണ്ടിങ്ങിൽ. അപ്പൊ 10 മൈനസ് 4 വരും, 6/2, 3 വരും. ഇത്തരത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ദ MO കോൺഫിഗറേഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും.
എന്നിട്ട് ഇതിന്റെ ഓർഡറിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ആർക്കാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ വരുന്നത് ആർക്കാണ്? O2 2+നാണ്. O2 2+നാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ബോണ്ട് ഓർഡർ വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഇത്രയും തിങ്ക് അല്ലെങ്കിൽ ഇത് കോൺഫിഗറേഷൻ എഴുതി കണ്ടെത്തേണ്ട ഒരു ആവശ്യകത ഇല്ല. ഓക്കെ, ഇത്ര ഒരു എളുപ്പത്തിൽ നമുക്ക് ഒരു എളുപ്പ മാർഗം ഉപയോഗിച്ച് ഇത് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. നോക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾ 10 വരെ എഴുതുക. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം 11 തൊട്ട് 20 വരെ എഴുതുക. 11 12 13 14 15 16 17 18 19 20. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. നമ്പേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: 0.5 1 0.5 0 0.5 1 0.5 0 0.51. അപ്പൊ കണ്ടോ, 0.51 0.50 0.51 0.50 0.51 ഇങ്ങനെ എഴുതി. അതിനുശേഷം 11ലേക്ക് വരുമ്പോൾ അവിടെ 1 ആണ് നിൽക്കുന്നത്. ഇത് 1.5, ഇത് 2 ആകും, ഇത് 2.5, അപ്പൊ ഇത് 3 ആകും. വീണ്ടും കുറയാ, 2.5 2 1.5 1.5 0. 20 വരെ ആണ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ O2 എന്ന് പറഞ്ഞില്ലേ, O2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം O2 18 ഇലക്ട്രോൺ ഉണ്ട്. സോറി, 8 16 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എത്രയാണ് ബോണ്ട് ഓർഡർ? 16 2. കണ്ടോ, ഇനി നമുക്കറിയാം O2 2+ എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺ ആണുള്ളത്. ബോണ്ട് ഓർഡർ 3. O2 മൈനസ് എന്ന് പറയുമ്പോൾ 17 ഇലക്ട്രോൺ ആണുള്ളത്. ബോണ്ട് ഓർഡർ നമുക്ക് കിട്ടി 3/2 1.5. O2 2- എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോൺ ആണുള്ളത്. ബോണ്ട് ഓർഡർ 1. ഇത്തരത്തിൽ എല്ലാ സ്പീഷീസും കണ്ടുപിടിക്കാം. ഇപ്പൊ നൈട്രജൻ ചോദിച്ചാൽ 14 ഇലക്ട്രോൺ, ബോണ്ട് ഓർഡർ 3. ഈ ഒരു മെത്തേഡ് ദിസ് ഇസ് വെരി ഈസി. നമ്മളെ എക്സാമിനൊക്കെ മുമ്പ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രിക്കുകളൊക്കെ എഴുതി വെക്കാം അല്ലേ. അപ്പൊ എളുപ്പത്തിൽ ഏത് സ്പീഷീസ് തന്നാലും ഇതിപ്പോ നമുക്ക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ പോലും നമ്മൾ ടൈം സേവ് ചെയ്ത് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. അടുത്ത ചോദ്യം, ഇതൊരു അനലിറ്റിക്കൽ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. Which is the best suited method for the separation of para and orthonitrophenol? Para and orthonitrophenol separation ഉള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാരാനൈട്രോഫീനോളും ഓർത്തോനൈട്രോഫീനോളും തമ്മിൽ അവരുടെ എന്താ പറയാ ബോയിലിംഗ് പോയിന്റിൽ എന്താ നല്ല വേരിയേഷൻ ഉണ്ട്. ദർ ഇസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിന്റ്. So we can use steam distillation, that is the best suitable method for separating paranitrophenol and orthonitrophenol. It is steam distillation. അടുത്ത ചോദ്യം നോക്കുക. Find the equilibrium constant of the reaction. If the equilibrium constant for the following reaction is given. Okay, ഒരു കാര്യം മിസ്സിംഗ് ആണ് ഇവിടെ. ഫൈൻഡ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതാൻ ഇത് വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്: 2NH3 plus 5/2O2 gives 3H2O plus 2NO. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ equilibrium constant for this particular reaction. P ഒരു 2NH3 plus 5/2O2 gives 3H2O plus half NO എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടെത്തേണ്ടത്.
അതിനുവേണ്ടി തന്നിരിക്കുന്ന ഡേറ്റാസ് നിങ്ങൾ ആദ്യം ഒബ്സർവ് ചെയ്യുക. എന്താണ് N2 plus 3H2 gives 2NH3 2NH3 അത് K1. N2 plus O2 gives 2NO K2. H2 plus half O2 gives H2O, that is K3. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. നമുക്ക് ആദ്യം എല്ലാ റിയാക്ഷൻസും ഒന്ന് എഴുതിയെടുക്കാം അല്ലെ ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് ഏത് ഇക്വേഷനാണ് കണ്ടെത്തേണ്ടത്, എന്താണ് തന്നിട്ടുള്ളതെന്നൊന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്താല് നമുക്ക് ഈ എമോണിയന് വേണ്ടത് പ്രോഡക്റ്റ് സൈഡിലാണോ റിയാക്ടൻ സൈഡിലാണോ? എമോണിയന് വേണ്ടത് റിയാക്ടൻ സൈഡിലാണ്. നമുക്ക് ഏത് റിയാക്ഷന്റെ ആണോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ളത് ആ റിയാക്ഷനിലെ എമോണിയ എവിടെയാണ്? റിയാക്ടൻ സൈഡിൽ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ തിരിച്ചെഴുതണം അല്ലെ, അതാണ് ഒന്നാം ഫസ്റ്റ് കാര്യം. 2NH3 gives N2 plus 3H2. ഇതാണ് നമ്മുടെ 1/K1. ഈ റിയാക്ഷൻ നമ്മൾ ഇൻവേഴ്സ് ചെയ്തു, അതായത് മൈനസ് എന്നല്ല നമ്മൾ ഇക്വിലിബ്രിയം വരുമ്പോഴല്ലേ മൈനസ് കെ. ഇവിടെ നേരത്തെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു റിയാക്ഷനിൽ ഇത്തരത്തിലൊരു ഇക്വേഷൻ ചെയ്തപ്പോൾ അതിനെ മൈനസ് ചെയ്തപ്പോൾ നമ്മൾ മൈനസ് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക ചെയ്തത്, വാല്യൂ അതുപോലെ മൈനസ് ഇട്ട് കൊടുക്കുക. പക്ഷെ ഇക്വിലിബ്രിയത്തിൽ അങ്ങനെയല്ല, നമ്മൾ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തത് മൈനസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് 1/K ആയിരിക്കും, ആഡ് ചെയ്യുവാണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. അതാണ് പ്രത്യേകത കേട്ടോ. അപ്പൊ ഇവിടെ ഇക്വേഷൻ തിരിച്ചിട്ടു, മൈനസ് ആയി, അത് 1/K1 എന്നാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ, ഡിവിഷൻ ആയിട്ട് എഴുതും. അപ്പൊ ആ ഒരു കാര്യം കിട്ടി, എമോണിയനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തിനാ വേണ്ടത്? ഓക്സിജനെയാണ് നമുക്കിനി എവിടെ വേണ്ടത്? പ്രോഡക്റ്റ് സൈഡിൽ നമുക്കിനി വേണ്ടത് ആരെയാണ്? ഓക്സിജനെയാണ് പ്രോഡക്റ്റ് സൈഡിൽ വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്സിജനെ കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷൻ എഴുതാം. H2 plus half O2 gives H2O K3. പക്ഷെ എനിക്ക് ഹാഫ് അല്ല വേണ്ടത് അല്ലെ, എനിക്ക് 5/2 ആ. അടുത്ത ഇക്വേഷനിൽ ഓക്സിജൻ ഉണ്ട്, N2 plus O2 2NO, അത് K2 ആ. അപ്പോ നമുക്ക് 5/2 O2 കിട്ടാൻ എന്ത് വേണം? 5/2 ഹാഫ് പ്ലസ് 3/2 ആകത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ 3H2 3/2 O2 3H2O. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ 2 into K3 എന്ന് എഴുതില്ല നമ്മള്, സോറി 3 into, ഇവിടെ 3 അല്ലേ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സാധാരണ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into ഇങ്ങനെ എഴുതരുത്, മൾട്ടിപ്ലൈ ചെയ്തു. ഇത് ക്യൂബാണ്, പവറിൽ വേണം എഴുതാൻ. അതൊക്കെയാണ് ഇക്വിലിബ്രിയം വരുമ്പോഴുള്ള പ്രത്യേകതകൾ. മൾട്ടിപ്ലൈ ചെയ്തത് നമ്മളിപ്പോ എവിടെ എഴുതിയിരിക്കുന്നത്? അതിന്റെ പവർ ആയിട്ട് എഴുതി, അപ്പൊ അത് K3 ക്യൂബ് ആയിട്ട് വരും. ഇനി ഒന്ന് നോക്കിക്കേ, ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോ ഇവിടെ നിന്ന് N2 കട്ടായി പോവും. അമോണിയ, ഇവിടുത്തെ H2 കട്ടായി പോവും. 2NO. ഇനി ഇപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? 2NH3 plus 3/2 plus 1 5/2. 5/2 O2 gives 3H2O plus 2NO. നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കേ, ആഡ് ആ ചെയ്തത് എല്ലാ ഇക്വേഷൻസും. അപ്പൊ എന്താണ്? 1/K1 into K3 cube into K2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്ന് മോഡിഫൈ ചെയ്തു, K2 into K3 cube divided by K1. K2 into K3 cube divided by K1. അപ്പൊ ഏതാണ് ആൻസർ? K3 ക്യൂബ് വരുന്നത്. ഇത് ഓപ്ഷൻ സി അല്ലേ, K2 into K3 cube divided by K1. അപ്പൊ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇക്വേഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം, റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ അതിന് ഡിവിഷൻ ആയിട്ട് എഴുതാം,
ഇനി ഏതെങ്കിലും ഒരു ഇൻറ്റീജർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ പവർ ആയിട്ട് എഴുതാം. ഇപ്പൊ ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ ബാക്കി എല്ലാ ആളും മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ചോദ്യം വായിക്കുക. ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഡബിൾഡ്, the average velocity of a gaseous molecule increases by. നമ്മളോട് ടെമ്പറേച്ചർ ഡബിൾ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഡബിൾഡ്, the average velocity of a gaseous molecule is increased. ആവറേജ് വെലോസിറ്റി അറിഞ്ഞിരിക്കണം. ആർ ആവറേജ്, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8RT ഡിവൈഡഡ് ബൈ പൈ എം ആണ്. R average, sorry, velocity, not velocity average. Average velocity is equal to root of 8RT divided by pi m. നമുക്കറിയാം, നമ്മൾ രണ്ടെണ്ണം കമ്പയർ ചെയ്യാണ് അല്ലെ. നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് ആവറേജ് വെലോസിറ്റി ഡബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും. അപ്പൊ നമ്മുടെ ആവറേജ് വെലോസിറ്റി, നമ്മുടെ ഫസ്റ്റ് ആവറേജ് വെലോസിറ്റി, നമ്മുടെ സെക്കൻഡ് ആവറേജ് വെലോസിറ്റി നമ്മൾ എടുത്താൽ ഈ വേരിയബിൾ അല്ലാത്ത സംഗതികൾ, അതായത് 8, 6, പൈ, എം, ഇത്രയും കോൺസ്റ്റൻസാ. ഇത് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ തന്നെ കട്ടായി പോകും, നമുക്കറിയാം അല്ലെ. നമ്മളവിടെ ടെമ്പറേച്ചർ ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് വെലോസിറ്റി ഓഫ് ദ മോളിക്യൂൾ എത്ര ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി വി ആവറേജ് 2. ഇനി ഫസ്റ്റ് വെലോസിറ്റി ആവറേജ്, ഫസ്റ്റ് ആവറേജ് വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി 1. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? നമുക്കിതറിയാം, ഇത് റൂട്ട് ഓഫ് ടി ആണ്. റൂട്ട് ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക T2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2T1 ആണ്. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2T1 ആണ്. അപ്പോ 2T1 divided by T1. T1 cancel ആയിപ്പോയി. റൂട്ട് 2 1.44. യെസ്, ഓപ്ഷൻ ബി ഹിയർ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആവറേജ് വെലോസിറ്റി rate average is equal to root of 8RT divided by pi m ആണ്. ഇവിടെ നമ്മൾ രണ്ട് ആവറേജ് വെലോസിറ്റീസിന്റെ കമ്പാരിസൺ ആണ് ചോദിച്ചത്. നമ്മൾ അത്തരത്തിൽ കമ്പയർ ചെയ്ത് എഴുതി കെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും എന്തായാലും കോൺസ്റ്റൻസ് കട്ടായി പോകും. അപ്പൊ നമ്മൾ ആ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ടെമ്പറേച്ചർ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. നമുക്കറിയാം ഡബിൾ ചെയ്യുന്ന ഒരു ഡിഷൻ ആണ് പറയുന്നത്. അപ്പൊ T2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 2T1 ആയിരിക്കും. കട്ട് ചെയ്ത് പോയി റൂട്ട് 2 കിട്ടി. 1.4. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഫോർ ദ സൈസ് ഓഫ് അയഡിൻ I+, I-. എളുപ്പമുള്ള, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഇസഡ് ആവറേജ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും അല്ലെ. അങ്ങനെ വരുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത്, സൈസ് കുറവ് വരുന്നത് I+നാണ്, പിന്നെ Iക്കാണ്, പിന്നെ I-നാണ്. വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? I-, I+. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, സൈസ് കുറയും എന്നുള്ള കാര്യം. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഫോർ ദ സെയിം വാല്യൂ ഓഫ് n, ദ പെനട്രേഷൻ പവർ ഓഫ് ഓർബിറ്റൽ ഫോളോസ് ദി ഓർഡർ. ഇവിടെ നമ്മൾ ഓർബിറ്റൽസിന്റെ പെനട്രേഷൻ പവർ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് S ഓർബിറ്റല്, P ഓർബിറ്റല്,
ഡി ഓർബിറ്റല്, അങ്ങനെ നമ്മുടെ ഓർബിറ്റൽസിന്റെ പെനട്രേറ്റിംഗ് പവർ ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. എസ് ബി ഡി എഫിന്റെ പെനട്രേറ്റിംഗ് പവറിന്റെ ഓർഡർ നോക്കാം. P greater, S greater, D greater, F. അതിന് റിവേഴ്സ് ആണ് ഓർഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഏറ്റവും കുറവ് എഫിന്, ഓപ്ഷൻ സി. ഓക്കെ, സോ പെനട്രേറ്റിംഗ് പവർ P greater, S greater, D greater, F. ഓപ്ഷൻ സി is the right answer. Okay, അടുത്തത്, the phenomenon of mutarotation is not exhibited by minus fructose, levofructose, lactose, maltose, sucrose. ഇതിൽ ആരാണ് മ്യൂട്ടാറൊട്ടേഷൻ എക്സിബിറ്റ് ചെയ്യാത്തത്? നമുക്കറിയാം സാധാരണഗതിയിൽ സുക്രോസ് മ്യൂട്ടാറൊട്ടേഷൻ എക്സിബിറ്റ് ചെയ്യുന്നില്ല. എല്ലാ ഷുഗേഴ്സിന്റെയും കേസിൽ മ്യൂട്ടാറൊട്ടേഷന്റെ പ്രോപ്പർട്ടി ഇങ്ങനെ അല്ലെങ്കിൽ പോലും സുക്രോസ് ലാക്സ് ദ ketonic or aldehydic free group, so it is incapable of exhibiting mutarotation. Okay, നമ്മുടെ സുക്രോസ് മ്യൂട്ടാറൊട്ടേഷൻ എക്സിബിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. സുക്രോസ് ഡസ് നോട്ട് എക്സിബിറ്റ് മ്യൂട്ടാറൊട്ടേഷൻ. സുക്രോസിന് മ്യൂട്ടാറൊട്ടേഷൻ ഇല്ല. സോ വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? The right answer is option D, sucrose. അടുത്തത്, sucrose is a disaccharide consisting of. Sucrose is a disaccharide consisting of. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ആൻഡ് glucose and mannose. So sucrose is a disaccharide consisting of, ഇതിൽ ഏതാണ്, ഏത് പെയേഴ്സ് ആണ് സുക്രോസിന്റെ സ്ട്രക്ചറിൽ വരുന്നത് എന്നുള്ളതാണ്. സുക്രോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സുക്രോസ് ഒരു ഡി ഗ്ലൂക്കോ പൈറനോസിൽ ബീറ്റാ ഡി ഫ്രക്ടോ ഫ്യൂറാനോസൈഡ് ആണ്, അറിഞ്ഞിരിക്കുക കേട്ടോ. സുക്രോസ് ഇസ് എ ഡി ഗ്ലൂക്കോ പൈറനോസിൽ ബീറ്റാ ഡി ഫ്രക്ടോ ഫ്യൂറാനോസൈഡ് ആണ്, ഒരു ഡൈസാക്രൈഡ് ആണ്. അതിനകത്ത് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഫ്രക്ടോസ് യൂണിറ്റുകളാണ് ഉള്ളത്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പ്രസന്റ് ആണ്, ലൈക്ക് ഓൾ പോളി ഷുഗേഴ്സ്. എന്താണ്? C1C2 ആണ്. C1C2 നമ്മൾ എപ്പോഴും അത് ഓർത്തിരിക്കുക. C1C2. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഫ്രക്ടോസും ആണ് വരുന്നത്. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ് ആണ് വരുന്നത്. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ് വരുന്നത്. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ് ആണ് സുക്രോസിന്റെ സ്ട്രക്ചറിൽ നമുക്ക് വരുന്ന മോണോസാക്കറൈഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ മേജർ പ്രോഡക്ട്സ് ഫോംഡ് ഇൻ ദ നൈട്രേഷൻ ഓഫ് അനിലീൻ ആൻഡ് അസറ്റാനിലൈഡ്. ഇതില് സിമ്പിൾ നൈട്രേഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ അനിലീനിന്റെയും അസറ്റാനിലൈഡിന്റെയും നൈട്രേഷൻ റിയാക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഏതാണ് മേജർ പ്രോഡക്ട്സ് എന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കിക്കേ, ഇൻ നൈട്രേഷൻ മിക്സ്ചർ aniline is protonated and an anilinium ion is formed. നമുക്കറിയാം അനിലിന്റെ നൈട്രേഷൻ റിയാക്ഷനിലെല്ലാം ഒരു അനിലിനിയം അയൺ ഫോം ചെയ്യും. ആൻഡ് അവിടെ ഫോം ചെയ്യുന്ന NH2, അനിലിനിയം അയണിനകത്തുള്ള NH2 ഗ്രൂപ്പ് പൊതുവെ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, സോ ദ ഓറിയന്റേഷൻ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് എക്സ്പെക്ടഡ് ടു ബി മെറ്റ. യൂഷ്വലി അങ്ങനെ അല്ല വരേണ്ടത്, എന്നാൽ പോലും ഒരു ഗ്രൂപ്പിന്റെ സവിശേഷത മൂലം മെറ്റയാണ്. Group NH2 group is highly activating due to the availability of the lone pair of nitrogen atom. NH2ന്റെ കേസിൽ നമ്മൾ അനിലിനിയം അയണിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, മെറ്റ ഡയറക്റ്റിംഗ്
ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അസറ്റാനിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പാര ഐസോമർ ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. ദ അതർ ഐസോമർ പോസിബിൾ ഇസ് ഓർത്തോ ബട്ട് ഇറ്റ് ഈസ് ഫോംഡ് ഇൻ മൈനോറിറ്റി ക്വാണ്ടിറ്റി. ഇപ്പൊ സാധാരണ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എടുക്കുമ്പോൾ നമുക്ക് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിരിക്കും, പക്ഷെ അനിലീന്റെ കേസിൽ നമുക്കൊരു മെറ്റാ ഡയറക്റ്റിംഗ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. അസറ്റാനിലിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് ഒരു പാര ഐസോമർ ആയിരിക്കും. അപ്പൊ അതാണ് നൈട്രേഷനായിട്ട് ബന്ധപ്പെട്ട അനിലീനിന്റെയും അനിലൈഡിന്റെയും നൈട്രേഷനെ സംബന്ധിച്ചുള്ള ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് പ്രീ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് എന്റെ കറക്റ്റ് ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്യാം. അനിലീൻ ആൻഡ് അസറ്റാനിലൈഡ്. അനിലീൻ വന്നിട്ട് മെറ്റാ para, meta nitroaniline and para nitroacetanilide. Okay, right option is second option. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫർദർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.